അഡ്വക്കേറ്റ് കെ അനിൽകുമാർ നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ അനിൽകുമാർ, താങ്കൾ ഇപ്പോൾ പോലീസ് നടപടിയെക്കുറിച്ച് അറിഞ്ഞു കാണുമല്ലോ. ജി സുധാകരനെതിരെ കേസെടുത്തിരിക്കുകയാണ്. ഗുരുതരമായ വെളിപ്പെടുത്തൽ എന്നുള്ള നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കേസെടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് പാർട്ടി ഇതിനെ നോക്കിക്കാണുന്നത്? ഇത് പാർട്ടി ഇടപെട്ടിട്ടുള്ളൊരു കാര്യമല്ല. പാർട്ടിക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു രീതിയില്ല. ഇത് മുമ്പ് 40 കൊല്ലം മുമ്പ് ഉണ്ടായി എന്ന് പറയുന്ന ഒരു കാര്യം സംബന്ധിച്ചുള്ള ഒരു വർത്തമാനമാണ്. ആ വർത്തമാനം തന്നെ ഭാവനാത്മകമായിരുന്നുവെന്നും അതിൽ യാതൊരു യാഥാർത്ഥ്യം ഉണ്ടായിരുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയ സ്ഥിതിക്ക് ഇക്കാര്യത്തിൽ വിവാദങ്ങളും കേസുകളും അതുകൊണ്ട് തീരുകയാണ് സാധിക്കുക. നിയമപരമായ ഒരു പരാതി ഉയർന്നു വരുമ്പോൾ ഒരു കേസുണ്ടായി എന്നുള്ളത് സ്വാഭാവികമാണ്. ആ കേസ് സംബന്ധിച്ച് ഒരടി നിയമം മുന്നോട്ട് പോകാനാവാത്ത വിധം നമ്മുടെ കൺമുമ്പിൽ വസ്തുതകളില്ല, രേഖകളില്ല. രേഖകളും വസ്തുതകളുമില്ലാതെ ഊഹാപോഹങ്ങളിൽ ഒരു കോടതിക്കും ഒന്നും ചെയ്യാനാവില്ല. പക്ഷേ ജി സുധാകരനെ പോലൊരു മുതിർന്ന നേതാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ലാത്തൊരു പ്രസംഗമായിരുന്നില്ല അത്. കാരണം ഈ ഇത്രയധികം ഗൗരവ സ്വഭാവത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ചാണ് അദ്ദേഹം അങ്ങനെ വെറും വാക്കാണെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഭാവനാത്മകമായി പറഞ്ഞതാണെങ്കിൽ പോലും അങ്ങനെ പറയാൻ പാടില്ലല്ലോ. മാത്രമല്ല 1989 എന്ന് പറഞ്ഞുകൊണ്ട് പെർട്ടിക്കുലർലി ആ ഒരു ഇൻസിഡന്റിനെ എടുത്തുകൊണ്ടാണല്ലോ അദ്ദേഹം പറയുന്നത്. അദ്ദേഹം തന്നെ അത് താനങ്ങനെ ഭാവനാത്മകമായി പറഞ്ഞതാണ് എന്ന് പറഞ്ഞതോടുകൂടി നമ്മുടെ മുമ്പിൽ ഇല്ലാത്ത വസ്തുക്കളെ സംബന്ധിച്ച് എന്ത് നിയമ നടപടി സാധ്യമാണ്? ഒരു ബാലറ്റ് പേപ്പർ നമ്മുടെ കയ്യിലുണ്ടോ? ആരുടെ ബാലറ്റാണ് എന്ന് സംബന്ധിച്ച് എന്തെങ്കിലും ആക്ഷേപത്തിന് സഹായകരമായ എന്തെങ്കിലും വസ്തുതകളുണ്ടോ? നിയമ നടപടിയിലേക്ക് പോകുമ്പോൾ ഒരടി മുന്നോട്ട് പോകാനാവാത്ത വിധം ഉള്ളൊരു കാര്യമാണ്. തൽക്കാലം വിവാദത്തിന് FIR രജിസ്റ്റർ ചെയ്യുന്നതും അതുമായി ബന്ധപ്പെട്ട വാർത്ത വരുന്നതും ഒക്കെ പ്രത്യേകിച്ച് സാധാരണ പോലെ തന്നെ സംഭവിച്ചിട്ടുള്ളതാണ്. അത് മനസ്സിലായി. പക്ഷേ ശ്രീ അനിൽകുമാർ, നമ്മൾ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ പ്രതികരണത്തെ കുറിച്ചാണ് താങ്കൾ പറയുന്നത്. അതിനിടയിൽ ആ മാധ്യമങ്ങൾ ഇന്നലെ ജി സുധാകരനെ കണ്ടപ്പോൾ അദ്ദേഹം തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞത് അതൊക്കെ റെക്കോർഡിക്കലാണല്ലോ, ഞാൻ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ റെക്കോർഡിക്കലാണല്ലോ എന്നും കൂടി അദ്ദേഹം പറഞ്ഞിരുന്നു. അദ്ദേഹം അക്കാര്യത്തില് റെക്കോർഡിക്കലാണ് എന്നതും അതുകൊണ്ട് തന്നെ അതിന് വസ്തുതകൾ ഉണ്ടാവില്ല എന്നുമുള്ള ആത്മവിശ്വാസമായിരിക്കും പ്രകടിപ്പിച്ചിരിക്കുക. ഒരു വസ്തുതകളും നമ്മുടെ മുമ്പിലില്ല. ഒരു തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചോ എന്നറിയണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു വസ്തുത വരണം. ഇവിടെ യാതൊരു വസ്തുതയും വരാൻ യാതൊരു സാധ്യതയുമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മുമ്പിൽ ഇല്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് ഒരു കോടതിയിലും വിചാരണ നടക്കാൻ പോകുന്നില്ല, കുറ്റപത്രത്തിലേക്ക് പോകാൻ പോകുന്നില്ല. തൽക്കാലം 2 ദിവസം കൂടെ നിലനിൽക്കുന്നതിനപ്പുറത്ത് ഇക്കാര്യത്തിലൊന്നും സംഭവിക്കില്ല എന്നാണ് അതിന്റെ സ്വാഭാവികമായ പരിണതി. അതെ, പാർട്ടി ഇക്കാര്യം പരിശോധിക്കുന്നുണ്ടോ? ഇല്ല, ഇത് പാർട്ടിയിൽ അങ്ങനെ ഒരു രീതിയൊന്നുമില്ല. പാർട്ടിക്ക് അങ്ങനെ സമ്പ്രദായമില്ല. ഏതെങ്കിലും സ്ഥലത്ത് പ്രാദേശികമായി ഇത്തരം എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് അവിടെ ഉണ്ടായി എന്ന് പറയുന്നത് അവിടെ പരിശോധിക്കണമെങ്കിൽ സാധ്യമാകുന്നതാണ്. ഇവിടെ പരിശോധിക്കുന്നതിൽ യാതൊരു സത്യവുമില്ല, യാഥാർത്ഥ്യവുമില്ല. പക്ഷേ ഇങ്ങനെ ഒരു മുതിർന്ന നേതാവ് പറയുമ്പോൾ അത് പാർട്ടി ആകെ സംശയമുനായി നിർത്തുന്നതാവില്ലേ? കാരണം പ്രതിപക്ഷം ഉൾപ്പെടെ ഏറ്റെടുത്തു കഴിഞ്ഞു. ഒരിക്കലുമില്ല. പ്രതിപക്ഷത്തിന് വേറെ ജോലി ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ തൽക്കാലം 2 ദിവസം ആശ്വാസം എന്ന നിലയ്ക്ക് ഇത് കരുതുന്നുണ്ടാവും. മന്ത്രിസഭാ വാർഷികത്തിന്റെ തിളക്കത്തിനിടയ്ക്ക് സുധാകരന്റെ വിവാദ പ്രസ്താവനയ്ക്കിടയ്ക്ക് ഒരു കാര്യം ഉന്നയിക്കാനായി എന്നതിന്റെ സന്തോഷവും ആശ്വാസവും അവർക്കുണ്ടാവും. അതിനപ്പുറം ഒന്നും സംഭവിക്കില്ല. ശരി, വളരെ നന്ദി ശ്രീ അനിൽകുമാർ പ്രതികരിച്ചതിന്. നമുക്ക് തിരിച്ചെത്തണം. ഏതായാലും ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് തന്നെ ഗുരുതരമായ കാര്യം എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടികളിലേക്ക് കടന്നിരിക്കുന്നതെന്നാണ്. ബാക്കി നിയമ നടപടികൾ എന്താണെന്ന് കൂടി നമുക്കറിയാം.